ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കയത്തിന്റെ പേര് പോത്തുംകൈ എന്നാണ്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയൊരു കൂപ്പിന്നൊക്കെ എന്തോ പോത്തുങ്കണ്ടൊക്കെ വന്ന ഒരു വണ്ടി മറിഞ്ഞ് ഈ ഒരു കയത്തിലോട്ട് പോയെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികളൊക്കെ ഭയങ്കര മനോഹരമായിട്ട് എനിക്ക് തോന്നുന്നത്. മുല്ലപ്പെരിയാർ തുറന്നു വിട്ടപ്പോഴുള്ള വെള്ളം കാണുവാൻ വേണ്ടിയാണ് നമ്മൾ മൂലമറ്റത്ത് നിന്ന് ചപ്പാത്തിലേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ നല്ല ഗ്രാമങ്ങൾ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമുക്ക് നേരെ കാഴ്ചയിലേക്ക് പോകാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, ഇന്ന് ഞായറാഴ്ച കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ദിവസം അത്യാവശ്യം മഴയൊക്കെ ഉള്ള സമയമല്ലേ ഇപ്പോൾ ഇടുക്കി ജില്ലയിലെ മൊത്തം. അപ്പോൾ നമ്മളിന്ന് മൂലമറ്റത്തു നിന്ന് നേരെ പോകുന്നത് ഏലപ്പാറ അല്ലെങ്കിൽ പശുപ്പാറ എന്ന് പറഞ്ഞ എസ്റ്റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റൂട്ടാണ്. അപ്പോൾ മൂലമറ്റത്ത് നമ്മൾ പുള്ളിക്കാനം കൂടി വാഗമണ് ടച്ച് ചെയ്ത് ഏലപ്പാറയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള മഴക്കാല കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. കുറേ നല്ല ഗ്രാമക്കാഴ്ചകൾ ഈ ഒരു വീഡിയോയിൽ വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ നിൽക്കുന്നത് അന്ത്യംപാറ എന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. മൂലമറ്റത്ത് ഏകദേശം ഒരു 8 കിലോമീറ്റർ വന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തെത്തും. ഇവിടെ ഒരു എർത്ത് ലോഞ്ച് റിസോർട്ട് എന്ന് പറഞ്ഞൊരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സ്ഥലമാണ്. അത്യാവശ്യം നല്ലൊരു ഹെയർ പിൻ ബെൻഡൊക്കെ കയറിയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാമക്കാഴ്ചയിലൂടെ നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നത്തെ ദിവസം ഈ വീഡിയോ എപ്പോൾ വരുന്ന ചിലപ്പോൾ 2-3 വീഡിയോയ്ക്ക് ശേഷമായിരിക്കും കേട്ടോ നിങ്ങൾ കാണുന്നതൊക്കെ ഈ വീഡിയോ. അപ്പം നമ്മുടെ മുല്ലപ്പെരിയാറൊക്കെ തുറന്നു വിടുമെന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസുകളൊക്കെ ഒരുപാടുണ്ട്. അപ്പം നമുക്ക് മുല്ലപ്പെരിയാറിൻ്റെ ബെസ്റ്റ് പ്രദേശങ്ങളുണ്ട്. അതായത് നമ്മുടെ ചപ്പാത്ത്, ഉപ്പുതറ, ആ ഒരു ഭാഗമൊക്കെ നമുക്കൊന്ന് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് കാണേണ്ടത് ഈ ഒരു മൂലമറ്റം യാത്രയിൽ നമ്മൾ ഈ വഴിക്കുന്ന നേരെ വാഗമൺ പോകുന്ന വഴിക്കുള്ള കുറേ നല്ല ഗ്രാമങ്ങളൊക്കെ കണ്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്താലോ. അപ്പോൾ നിങ്ങൾ എത്ര പേര് മൂലമറ്റത്ത് നിന്ന് ഈ ഒരു റൂട്ട് പോയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എല്ലാവരും സാധാരണഗതിയിൽ സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വരുന്ന വഴി എന്ന് പറയുമ്പം നമ്മുടെ കാഞ്ഞാറിൽ നിന്ന് ആ ഒരു പുള്ളിക്കാനം റൂട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത്. അപ്പോൾ നമ്മുടെ പെരിയാറിൽ എന്തോരം വെള്ളമൊക്കെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കാത്തിരിക്കട്ടോ, ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മുല്ലപ്പെരിയാറിൻ്റെ ആ ഒരു പ്രദേശത്തേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഏകദേശം നമ്മൾ ചപ്പാത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ഉപ്പുതറ, ഇന്നാൾ ആനപ്പള്ളമൊക്കെ നമ്മൾ പോയില്ലായിരുന്നോ. അത് നല്ല രസമുള്ള സ്ഥലമാണ്. മുല്ലപ്പെരിയാറ് വെള്ളമൊക്കെ ആ ഒരു വഴിയാണ് തന്നെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസം അതിലേക്കിടെ ഒന്ന് യാത്രയൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ പോകാം. നമുക്ക് പോകുന്ന വഴിക്കുള്ള നല്ല നല്ല കാഴ്ചകളെല്ലാം കണ്ട് തന്നെ യാത്ര ചെയ്യാം. ഇനി നമ്മളിപ്പം ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലോട്ട് കിടന്നു കേട്ടോ. നമ്മുടെ അറക്കുള ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏലപ്പാറയിലോട്ട് കിടന്നിരിക്കുന്നു. ഇനി ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് വഴിയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിലോട്ട് വന്നപ്പോൾ കുറച്ചുകൂടി വഴിക്ക് വീതി കൂടി കേട്ടോ. നമ്മളൊരു പഞ്ചായത്തിനെ കുറ്റം പറഞ്ഞതല്ല, എന്നാലും വഴിക്ക് വീതി കൂട്ടാവുന്ന സ്ഥലത്തൊക്കെ ഇവർ മാക്സിമം വീതി കൂട്ടി തന്നെ പണിതിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം. കാരണം വെച്ചാൽ അങ്ങനെ പണിതാലാണല്ലോ നമുക്ക് എന്നാ പറയുക, ഒരുപാട് വണ്ടികൾ ഇറങ്ങുന്നുണ്ട്, പക്ഷേ വഴിക്ക് മാത്രം വീതിയില്ല എന്ന് പറഞ്ഞൊരു കുറ്റം എല്ലാവരും പറയാറുണ്ട്. വണ്ടികൾ ഇറങ്ങുന്നതോടുകൂടി തന്നെ നമുക്ക് വഴിക്കേണ്ട വീതി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊരു കിടില സ്ഥലം കേട്ടോ. നമുക്ക് ഈ ഒരു സ്ഥലം അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കണ്ടോ. പക്ഷെ നമ്മുടെ മെയിൻ കാഴ്ചകളൊക്കെ കിടക്കുന്നത് നമുക്ക് പശുപ്പാറ എസ്റ്റേറ്റിലോട്ടൊക്കെ ഇല്ല. അതുകൊണ്ട് ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ ഞാൻ താഴത്തെ ഡ്രോൺ പറത്തില്ല, അതുപോലെയൊക്കെ തന്നെയുള്ള കാഴ്ചയാണ് ഈ ഒരു മലയിലും നമുക്ക് ലഭ്യമാണ്. ഇവിടെ ഡ്രോൺ പറത്തിയാലോട്ടോ. നമ്മൾ റോഡിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് നേരെ നമുക്കങ്ങ് പോവാം. പക്ഷേ വണ്ടി നല്ല കയറ്റം കേട്ടോ. സെക്കൻഡ് ഗിയറിൽ മാത്രമേ വണ്ടി കയറുള്ളൂ ഈ വഴി വന്നത്. നമ്മൾ ഓർക്കും വീതി ഉണ്ടെങ്കിലും റോഡ് നല്ല വലിഞ്ഞങ്ങ് പോകുന്നു, പക്ഷെ നല്ല കയറ്റമാണ്. പിന്നെ എല്ലാ സ്ഥലത്തും അപകട വളവുകളാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മളിങ്ങനെ ഹോണൊക്കെ അടിച്ചങ്ങ് പോയാൽ മതി. അപ്പോൾ പിന്നെ വിഷയമുള്ള കേസല്ല, ആര് വന്നാലും കുഴപ്പമില്ലല്ലോ. ഇനി പുള്ളിക്കാനെത്തുമ്പോൾ ഞാൻ പുള്ളിക്കാനത്തിൻ്റെ മേളിൽ നിന്നുള്ളൊരു വിഷ്വൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ ഒരു കോളേജൊക്കെ ഉണ്ട് നമ്മൾ പോകുമ്പോൾ. അയ്യടാ, ഇതൊരു ഇതായിരുന്നു കേട്ടോ, ഹെയർ പിൻ വളവായിരുന്നേ. കണ്ടോ ആ ഒരു പ്രദേശം നമ്മൾ വന്നിട്ടുണ്ടോ, ഇങ്ങനെ കിടക്കാണ്ടോ. നല്ല രസമുള്ള സ്ഥലങ്ങളാണ് മൊത്തം. നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രസമുള്ള സ്ഥലമാണ് ഇങ്ങനെ കാണാൻ പാടില്ല. എനിക്ക് കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഹെയർ പിൻ വളവ് ഇങ്ങനെ കയറി വേണം നമ്മൾ പോകാൻ വേണ്ടി. ഇവിടെ ഒരുപാട് ഹെയർ പിൻ വളവുകളുണ്ട് കേട്ടോ. എനിക്കിവിടെ വാഗമൺ റൂട്ടിലാണ്, നമ്മുടെ ഇടുക്കി റൂട്ടിൽ പോകുമ്പോൾ തന്നെയുള്ള ഇഷ്ടം പോലെ ഹെയർ പിൻ വളവുണ്ട്. ചെറുതാണെങ്കിലും ഹെയർ പിന്നുകളാണ്, അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ചിലപ്പം അവരെല്ലാം ചെയ്തു വെച്ചേക്കണം കേട്ടോ. ഇരിക്കുന്നു കേട്ടോ. പുള്ളിക്കാനെന്ന് പറയുമ്പം നിങ്ങൾ എന്നാ പറയുക, ആ പുള്ളിക്കാരൻ കവല നിങ്ങൾ അറിയില്ലേ? ആ കവലയിലൊരു ചായക്കടയൊക്കെ ഉണ്ട്. അവിടെ വേണമെങ്കിൽ കയറി നമുക്ക് ചായ കുടിക്കാം. ഞാൻ ഈ പുള്ളിക്കാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഒരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അന്ന് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ പുള്ളിക്കാനത്തിൻ്റെ ഈ ഒരു ഏരിയ കാണിച്ചു. പക്ഷേ നമ്മൾ ഈ ഏരിയയിൽ കൂടെയല്ല അന്ന് വന്നേട്ടോ. പക്ഷേ നല്ല രസമുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ തേയിലത്തോട്ടങ്ങളും
എന്നാ പറഞ്ഞത് ഇങ്ങോട്ട് കയറി വന്ന തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ വരിയായിട്ട് പുള്ളിക്കാനം എസ്റ്റേറ്റാണ് നമ്മുടെ തൊട്ട് മുമ്പിൽ കാണുന്നത് കേട്ടോ. എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി. പിന്നെ ഒരു സൈഡിൽ ഇങ്ങനെ കൊക്കയാണ് മൊത്തം. എന്നാ പറഞ്ഞത് അവിടെ പിന്നെ പുതിയ കുറച്ച് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ. ഇവിടെ എനിക്ക് വേണം വാഗമണിൽ ഏറ്റവും കൂടുതലുള്ള റിസോർട്ടാണ്. നിങ്ങൾക്ക് വന്ന് താമസിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാഗമണിൽ വരാം, എവിടെ വേണമെങ്കിലും താമസിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടം പുള്ളിക്കാനത്തിൻ്റെ കവല തന്നെയാണ്. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ പഴയ ഒരു നാട്ടിൻപുറത്തുള്ള ഒരു ചായക്കടയിൽ പോയി ഇരിക്കുമ്പോഴുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ട്രാവൽ ചെയ്ത് വരുവാണെങ്കിൽ ഒരു എന്നാ പറഞ്ഞത് പണ്ട് സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ ഒരു ചായക്കടയ്ക്ക് ഒരു ചായ കുടിക്കുന്ന ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ കിട്ടുന്ന സാധനങ്ങളല്ലേ. അപ്പോൾ ചായ കുടിക്കണേ നമ്മൾ വീട്ടിൽ നിന്ന് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റില്ല എന്ന് പല ആൾക്കാരും വേണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിന് ചുറ്റുമുള്ള ആംബിയൻസ് നമുക്ക് വേറെ ആരും കൊണ്ട് തരില്ലല്ലോ. അപ്പോൾ അതാണ് നമ്മൾ ഒരു ആംബിയൻസ് തേടി നിങ്ങൾ യാത്ര ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വാഗമൺ റൂട്ട് അല്ലെങ്കിൽ ഈ മൂലമറ്റം റൂട്ട് വേണമെങ്കിൽ വരാട്ടോ. ഒന്നിനെ നിങ്ങൾ കാഞ്ഞാറ് വഴി കയറി വന്നിട്ട് മൂലമറ്റം റോഡ് വഴി നമുക്ക് തിരിച്ചിറങ്ങി പോവാം. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാം കേട്ടോ. ഒരുപാട് ലയങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പുള്ളിക്കാനം എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ലയങ്ങളൊക്കെ ആയിരിക്കും ഇത്. അപ്പോൾ എന്തായാലും ഇതേ സമയം 1 മണി നടക്കുന്നു. നമ്മുടെ മുല്ലപ്പെരിയാർ തുറന്നു വിട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേനും വെള്ളം പെരിയാറിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടെ ഏലപ്പാറ റോഡിലൂടെ കിടന്നാൽ പിന്നെ പശുപ്പാറ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എസ്റ്റേറ്റൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള എസ്റ്റേറ്റ് കേട്ടോ. നല്ല എന്നാ പറഞ്ഞത് ഈ തേയിലത്തോട്ടങ്ങൾ നമുക്ക് എല്ലായിടത്തും ഉണ്ടെങ്കിലും ചില തേയിലത്തോട്ടങ്ങൾക്ക് ഭയങ്കര ഭംഗിയാണ്. എനിക്കാണെ കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ച് ഒന്ന് നമ്മുടെ കാന്തല്ലൂർ പോകുമ്പോൾ ഉള്ള തേയിലത്തോട്ടങ്ങളൊക്കെ ഭയങ്കര ഭംഗി കാണാൻ വേണ്ടി. നമ്മുടെ മൂന്നാറിൽ നിന്ന് കാന്തല്ലൂർ പോണ വഴികളെ, പിന്നെ നമ്മുടെ മൂന്നാറിൽ നിന്ന് മറ്റേ വട്ടവടയ്ക്ക് പോകുമ്പോൾ ഒക്കെ ഉള്ള ആ ഒരു തേയിലത്തോട്ടങ്ങളൊക്കെ ഇല്ലേ, ഫോട്ടോഷോപ്പൊക്കെ ഉള്ളത്, അത് ഭയങ്കര ഭംഗിയാണ് അവിടെ. അങ്ങനെ അതുപോലെ ഒരു ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങൾ നമുക്ക് ഈ വഴി പോകുമ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ സ്ഥലത്തും നമുക്ക് തേയിലത്തോട്ടങ്ങൾ അത്ര ഭംഗി വരില്ല. കാരണം വെച്ചാൽ ആ തേയില അടുക്കും, ആ തേയിലയുടെ നമ്മൾ സംരക്ഷിക്കും പോലെ ഇരിക്കും കേട്ടോ. തേയിലത്തോട്ടത്തിന് വലിയ ഭംഗി എനിക്ക് കാണാനില്ല കേട്ടോ. പക്ഷേ ഈ റോഡ് 2 സൈഡും തേയിലയൊക്കെ ആകുമ്പോൾ ആ ഒരു ഭംഗി ഇവിടെ കേട്ടോ. ഇവിടെ അഡ്വഞ്ചർ ഹിൽസ് ഇഷ്ടംപോലെ ഉണ്ട്. നമ്മുടെ ഒരു ഭാഗത്ത് ഭയങ്കര കൊക്കയാട്ടോ. റിസോർട്ടുകളുടെ ഇഷ്ടംപോലെ പേരുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഇവിടെ എല്ലാ സൈഡിലെല്ലാം നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ എന്നാ പറഞ്ഞ ഓരോ കാഴ്ചകളെല്ലാം കണ്ടാണ് യാത്ര ചെയ്യുന്നത് എല്ലാവരും. അപ്പോൾ ഈ ഒരു ഏരിയ അങ്ങനെയാണ് നമ്മുടെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ ഉള്ള ജീപ്പ് സവാരിയൊക്കെ കേട്ടോ. എനിക്ക് വേണത് പുള്ളിക്കാനത്തുള്ള ആ ഒരു നമ്മുടെ പള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ വിശദമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇവിടെ വാഗമണിൽ ഇഷ്ടംപോലെ റിസോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഈ ഒരു ഏരിയയിലോട്ട് വരാറുണ്ട്. അപ്പോൾ ഞായറാഴ്ച പോയാൽ നമുക്ക് കൂടുതലും കാഴ്ചകൾ അങ്ങനത്തെ കാഴ്ചകളാണ് കാണാൻ വരുന്നത് കേട്ടോ. കുറേ സിനിമയ്ക്കകത്ത് ഷൂട്ട് ചെയ്തേക്കണം കേട്ടോ. കണ്ടോ അതേ ആ കാണുന്നത്, അത് നല്ല രസമുള്ളൊരു വീടാണ് കണ്ടോ. അവിടെ തൊട്ടടുത്തായിട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇങ്ങനെ വെള്ളങ്ങൾ എപ്പോഴും ഇവിടെ ഇങ്ങനെ ഈ മലയ്ക്ക് മേളിൽ പെയ്യണ വാട്ടർ എല്ലാം തന്നെ ഈ ഒരു എസ്റ്റേറ്റിലൂടെ ഒഴുകി ഇത് അങ്ങോട്ടാണ് വന്നത് കേട്ടോ. നല്ല മഴക്കാലത്ത് നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടി. പിന്നെ ഇങ്ങോട്ട് ചെല്ലുമ്പോൾ ചെറിയൊരു തടാകവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെയാണ് ആ തടാകം. അപ്പോൾ നിങ്ങൾക്ക് ഈ പുള്ളിക്കാനത്ത് സ്റ്റേ ചെയ്യണമെങ്കിൽ ഞാൻ റിസോർട്ട് വേണമെങ്കിൽ പരിചയപ്പെടുത്തരാം. നമ്മുടെ തൊട്ട് മുന്നിൽ കാണുന്ന ഈ ഒരു റിസോർട്ടിൻ്റെ വീഡിയോ തന്നെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന റിസോർട്ട് ഉണ്ടോ, ലേക്ക് വ്യൂ പാലസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേ ചെയ്യാം കേട്ടോ. അത്യാവശ്യം കുറഞ്ഞ റേറ്റിലാണ്, അത്യാവശ്യം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടായി. ലേക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ലേക്ക് വ്യൂ റിസോർട്ട് എന്ന് തന്നെയാണ് പേര്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസും ആ ഒരു റിസോർട്ടിലെ ഫെസിലിറ്റീസും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് കയറി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വാഗമൺ റോഡിലോട്ട് കിടന്നു. ഇനി മൊത്തം റബ്ബറൈസ്ഡ് ടാറാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഞാനിപ്പം നമ്മുടെ ഏലപ്പാറയ്ക്ക് പോകുന്ന റൂട്ടിലാണ്, വാഗമണിയിൽ നിന്ന് ഏലപ്പാറ റൂട്ടിലോട്ട്. വാഗമണിയിൽ തന്നെ കുറച്ചിങ്ങ് വന്നാൽ നമ്മുടെ തൊട്ടുപുറകെ കാണുന്ന വസിഷ്ഠാശ്രമമാണ്, അരുന്ധതി വസിഷ്ഠ ക്ഷേത്ര സമുച്ചയമാണിത്. അപ്പോൾ ഈ ഒരു മലയ്ക്ക് മുകളിലോട്ട് നമുക്ക് വേണമെങ്കിൽ നടന്ന് കയറിയൊക്കെ പോകാട്ടോ. ഞാനിപ്പോൾ ആ മലയ്ക്ക് മുകളിലോട്ട് കയറണം. അതിൻ്റെ മുകളിലൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്, വലിയ മലയ്ക്ക് മുകളിൽ. അപ്പോൾ നമുക്ക് വാഗമൺ മലയുടെ മുകളിലിരിക്കുന്ന നമ്മുടെ കുരിശുമലയ്ക്കില്ലേ, അതുപോലെയൊക്കെ ഒരു വലിയൊരു ക്ഷേത്രമാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ പിറകിലുള്ള ഐതിഹ്യമൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക്. അപ്പോൾ നിങ്ങൾക്കത് അറിയാമെങ്കിലൊന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു രസമുള്ളൊരു സ്ഥലമാണ്. ചുറ്റും തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ നടുക്കായിട്ട് തന്നെയാണ് ഈ ഒരു ആശ്രമം ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവഴി വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ നിർത്തി വണ്ടിയൊക്കെ നിർത്തിയിട്ട് അതിൻ്റെ പബ്ലിക്കിന് എൻട്രി ഉണ്ടായിരിക്കും. നമുക്ക് മേളിലോട്ട് പോകാമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ മേളിലോട്ട് പോകാം. നടന്ന് ഇറങ്ങി ഒരുപാടുണ്ട്. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. കാരണം അത്രമാത്രം സ്റ്റെപ്പുണ്ട്. എനിക്ക് വേണമെങ്കിൽ അവിടെ മേളിൽ ചെല്ലുമ്പോഴത്തേനും ഒരു മിനിമം ഒരു 500 സ്റ്റെപ്പിൽ കൂടുതൽ ഉണ്ടാവും കേട്ടോ.
അപ്പോൾ അത്ര സ്റ്റെപ്പ് കയറാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ ഈ ഒരു അതിൻ്റെ മേലോട്ട് കയറാം. അപ്പോൾ നമുക്ക് പോകേണ്ട വേറെ സ്ഥലമായതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൻ്റെ മേളിൽ കയറി സമയം കളയുന്നില്ല. നിങ്ങൾ ആ ഡ്രോൺ ഷോട്ടിൽ നിങ്ങൾ കണ്ടല്ലോ, കാരണം മനോഹരമായിട്ടുള്ളൊരു ആശ്രമമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറുക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ ആശ്രമത്തിൻ്റെ ഈ ഒരു ഭാഗത്തുനിന്ന് വലത് ഭാഗത്തേക്ക് പോയാൽ MMJ പ്ലാന്റേഷനാണ്, അതായത് നമ്മുടെ കോട്ടമല ടീ ഗാർഡനാണ്. ഞാൻ കോട്ടമലയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പം നിങ്ങൾ ചാനലിൽ പോയാൽ കാണാൻ പറ്റും. കോട്ടമലയിൽ ആകെ ഒരു ബസ്സൊക്കെ ഉള്ളൂ, അപ്പോൾ ആ ബസ് റൂട്ടിനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഈ വഴി ഒരു ഏകദേശം ഒരു 10 കിലോമീറ്ററിൻ്റെ അടുത്തുള്ളൂ കേട്ടോ കോട്ടമലയ്ക്ക്. അത്ര കണ്ടുള്ളൂ, 10 അല്ലേ അത് താഴെ ഉള്ളൂ തോന്നുന്നു, കൃത്യമായിട്ട് കിലോമീറ്റർ അറിയില്ല, ഏകദേശം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വഴി പോയാലും നല്ല രസമുള്ള കാഴ്ച കേട്ടോ. അതൊക്കെ നമ്മുടെ ചാനലിൽ വീഡിയോ കിടക്കുന്നുണ്ട്, അപ്പോൾ അത് കാണാത്തവർ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണുക കേട്ടോ. പിന്നെ ഇപ്പം ഇന്നത്തെ ദിവസം അത്യാവശ്യം എനിക്ക് വേണമെങ്കിൽ വലിയ തിരക്കേടില്ലാത്തൊരു കാലാവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ എന്നാ പറയണത്, നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു രസം കേട്ടോ. അപ്പം നമ്മൾ ആശ്രമത്തിൻ്റെ കാഴ്ച കണ്ടില്ലേ, ഇനി നമുക്ക് നേരെ നമ്മുടെ പശുപ്പാറ എസ്റ്റേറ്റ് ആണ് കേട്ടോ, കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്യുന്നത് തന്നെ. നമ്മുടെ കോട്ടമല റോഡൊക്കെ പോയതുകൊണ്ട് നമ്മൾ ആ റോഡ് പോകുന്നില്ല, നമ്മൾ ഈ റോഡിലേക്ക് നേരെ പശുപ്പാറ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകൾ കൂടി കാണാം കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണെങ്കിൽ ഉണ്ടല്ലോ, വീട്ടിൽ നിന്ന് ഒരു മുട്ട പൊരിച്ചോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നമുക്ക് ഇടയ്ക്ക് വെച്ച് കഴിക്കാൻ പറ്റും. കാരണം ഈ ഒരു ഏരിയയിലോട്ട് പോകുമ്പം കൂടുതലും നമുക്ക് കടകളൊക്കെ ചിലപ്പോൾ ഞായറാഴ്ച ദിവസങ്ങൾ കുറവായിരിക്കും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് സാധാരണ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമല്ല ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് കഴിക്കാം. നമുക്ക് ചോറുണ്ടിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. കണ്ടോ, അപ്പോൾ അതാണ് വ്യൂ പോയിന്റ്. അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കയറിയിരുന്ന ഫോട്ടോ ഒക്കെ എടുക്കാം കേട്ടോ. ദ ഹോൾസെയിൽ ലീഫ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ, AVT തന്നെയാണ്. അപ്പോൾ എന്തായാലും 1925 തൊട്ടുണ്ട് സിൻസ് ഈ ഒരു AVTയുടെ പശുപ്പാറ എസ്റ്റേറ്റിലെ തോട്ടങ്ങളൊക്കെ ഇടാം. അപ്പോൾ അതെ ഇവിടെ നിന്നാലും കാണാവുന്ന കാഴ്ച ഇതാണ്. നല്ല രസമാണ് ഇങ്ങനെ. പക്ഷേ തേയിലത്തോട്ടങ്ങൾ അത്ര ഭംഗിയുണ്ടെന്ന് ചോദിച്ചാൽ ഈ അകന്ന കേട്ടോ ഇരിക്കുന്നത്. AVTയുടെ ടീ ആണ് കേട്ടോ ഏറ്റവും നല്ല ടീ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടല്ലോ കേട്ടോ. എന്തായാലും ഇവിടെ ഒരു പാറയുടെ സൈഡിലായിട്ട് ചെറിയൊരു കടയൊക്കെ ഉണ്ട്, ഹോട്ടൽസൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്കിങ്ങനെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. അതായത് മൊത്തം പച്ചപ്പായ, മൊത്തം മലയിലോട്ട് എവിടെ നോക്കിയാലും വേണ്ടോ, മലയുടെ മേലോട്ട് എവിടെ നോക്കിയാലും പച്ചപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. കുട്ടിക്കിടെ ഉണ്ടല്ലോ മഴക്കാലത്തുള്ള യാത്ര ഭയങ്കര രസമാണ്. കാരണം വെച്ചാൽ മൊത്തം ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറയുന്ന പോലെ തന്നെ മൊത്തം പച്ചപ്പാണ്. ഈ പശുപ്പാറ എസ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ തന്നെ നല്ല രസമാണ്. ഇതിൻ്റെ ഉള്ളിക്കട ലയങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പല സ്ഥലത്തോട്ട് ഉള്ളിക്കട നമുക്ക് പോകാൻ പറ്റും. പല വ്യൂ പോയിന്റുകളും യാത്രയിലാണ്. നമ്മൾ ഇടയ്ക്ക് പശുപ്പാറ എസ്റ്റേറ്റിൽ നിർത്തിയാണ്. അപ്പോൾ പശുപ്പാറ എസ്റ്റേറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ തന്നെ എന്നാ പറയുന്നത്, വിശാലമായിട്ട് കിടക്കുന്ന AVTയുടെ പ്ലാന്റേഷൻ കേട്ടോ. അപ്പോൾ അത് AVTയുടെ ടീ ഫാക്ടറി ഒക്കെ അവിടെ കാണാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വെള്ളച്ചാട്ടങ്ങളുണ്ട്, ചെറിയ ഗ്രാമങ്ങളുണ്ട്, ലയങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ നമുക്ക് ഈ മലമുകളിൽ നിന്ന് ആ ഒരു എസ്റ്റേറ്റിൻ്റെ കാഴ്ച ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. നല്ല രസം കേട്ടോ. പല സ്ഥലങ്ങളിലും ഇങ്ങനെ തേയിലയൊക്കെ റീപ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വന്നില്ല 1925 തൊട്ടുള്ളതാണ് നമ്മുടെ AVT. അപ്പം നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിലുണ്ടാകുന്ന ടീ തോട്ടങ്ങളൊക്കെ ആയിട്ട് ഇതില്ലേ. ഈ ഉപ്പുതറയ്ക്ക് പോകുന്ന വഴി, ഉപ്പുതറ എന്ന് പറയുമ്പോൾ നമ്മൾ കുടിയേറ്റ ഒരു ഗ്രാമമാണ്, ഒരുപാട് ആൾക്കാർ കുടിയേറ്റി പാർത്തിട്ടുള്ള ഒരു ഗ്രാമമാണ്. നമ്മൾ ഈ വഴി പോകുമ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ എന്നാ പറഞ്ഞേ, നമ്മുടെ കോട്ടയം ഭാഗത്ത് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വഴി വരുമ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ മഴക്കാലത്ത് വന്നാലാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടമൊക്കെ നമുക്ക്. കാരണം വെച്ചാൽ മൊത്തം ഈ ഒരു ലാൻഡ് മൊത്തം ഇങ്ങനെ പച്ച പുതച്ച് നിൽക്കുമായിരിക്കും. യാത്രകൾ എപ്പോഴും നമ്മളെ എന്നാ പറഞ്ഞേ എൻകറേജ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ പോകുന്ന വഴികളിലുള്ള കാഴ്ചയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഇവിടെ എന്ത് കാഴ്ചയാണുള്ളത്. പക്ഷേ നമുക്ക് ഗ്രാമങ്ങളിലൂടെ എന്നാ പറഞ്ഞ പണ്ട് മോഹൻലാൽ പറഞ്ഞ പോലെ നമുക്ക് നഗരങ്ങളിൽ വിട്ട് ഗ്രാമങ്ങളിൽ ചെന്നിട്ട് പാർക്കാമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അതുപോലെ ഒരുപാട് ഗ്രാമങ്ങളിവിടെ ഉണ്ട്. ആ ഗ്രാമഭംഗി ആസ്വദിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെട്രോൾ അടിക്കാം, ഈ വഴി വരാം കേട്ടോ. എന്തായാലും മുല്ലപ്പെരിയാർ തുറന്നു വിട്ടിട്ടുണ്ട്, വെള്ളം ഏകദേശമൊക്കെ അവിടെ എത്തിക്കാണും. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ ഒരു എത്രത്തോളം വെള്ളം പെരിയാറ്റിലുണ്ടെന്ന് കാണാനായിരിക്കും ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. എല്ലാം നല്ല മൂത്ത് കിടക്കുന്ന ചക്കയാണെന്ന് തോന്നുന്നുണ്ടോ കണ്ടിട്ട്. പക്ഷേ ചക്കയ്ക്ക് നിറം മാത്രമേ ഉള്ളൂ, മൂത്തെന്ന് അറിയത്തില്ല. അതെ ഇത് പൊട്ടി കേട്ടോ, ഇത് മൂത്താട്ടോ. കണ്ടോ ഇത് തന്നെ. ഇവിടെ കുരങ്ങന്മാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുരങ്ങന്മാർക്ക് തിന്നാൻ ഇഷ്ടം പോലെ ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചക്ക എനിക്കവിടെ വനം വകുപ്പിൻ്റെ തോന്നുന്നു വിൻഡി വാക്ക് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ. അത് 7 AM to 8 AM, 9 AM to 10 AM, 3 PM അങ്ങനെയാണ് ടിക്കറ്റ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ നമ്പറിൽ വിളിച്ചാൽ കേട്ടോ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ വാഗവൻ. ഓക്കെ വാഗവനം ഹിൽസ് എന്ന് ഒരു വിൻഡി വാക്കാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ചിലപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനയെ കാണാൻ പറ്റും. നമ്മൾ ഒരുപാട് വീഡിയോ എൻ്റെ വാഗവനത്തിന് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. അപ്പം ഇടുക്കി വന്യജീവി ഡിവിഷൻ്റെ കീഴിലാണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ വിൻഡി വാക്ക് ട്രക്കിങ്ങിൽ കുറേ ആനകളൊക്കെ അവർ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു വിൻഡി വാക്ക് ട്രക്കിങ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എത്ര റേറ്റും കാര്യങ്ങളൊക്കെ അവരോട് വിളിച്ച് ചോദിച്ചാൽ മതി, അറിയാൻ പറ്റും കേട്ടോ.
ഒരു മലയ്ക്ക് മുകളിലാണ് നമ്മൾ ചപ്പാത്തിലോട്ട് പോകുന്ന വഴിക്ക് ഒരു മലയാട്ടത് 9 ഏക്കർ ഉമാമഹേശ്വര ക്ഷേത്രം ഈ ഒരു മലയ്ക്ക് മുകളിലുണ്ട്. നമ്മൾ ഈ മലയുടെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന മത്തായിപ്പാറ എന്നൊരു മലമുകളാണ്. ഈ ഒരു മലയ്ക്ക് മുകളിൽ നിന്നാൽ നമുക്ക് അയ്യപ്പൻ കോവിൽ ഉള്ള വെള്ളമൊക്കെ കാണാൻ പറ്റും കേട്ടോ. നമുക്ക് ഇടുക്കി ഡാം റിസർവറിലെ അയ്യപ്പൻ കോവിൽ ഭാഗത്തുള്ള വെള്ളമൊക്കെ കാണാൻ പറ്റും. എങ്ങും ചുറ്റും മലമുകളാട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം അത്രമാത്രം ഇവിടെ മഴയായതുകൊണ്ട് എനിക്ക് അന്ന് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം നല്ല തെളിഞ്ഞ അന്തരീക്ഷം കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഉപ്പുതറ ഭാഗത്തൊക്കെ വരുവാണെങ്കിൽ ഈ 9 ഏക്കറുള്ള ഉമാമഹേശ്വര ക്ഷേത്രത്തിൻ്റെ ഇവിടെ വരണം. കാരണം വെച്ചാൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്കത് എത്രത്തോളം ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. അത്രമാത്രം ഭംഗിയാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ മലനിരകളാണ്. നമ്മുടെ കട്ടപ്പന മൂന്നാർ ഭാഗമൊക്കെ ചിലപ്പോൾ അപ്പുറത്തൊക്കെ ആയിരിക്കും കേട്ടോ. മൂന്നാർ ഭാഗമൊക്കെ അത്രമാത്രം മല ഇങ്ങനെ വിസിബിൾ ആണ്. നല്ല കാലാവസ്ഥയുള്ള സമയത്താണെങ്കിൽ നല്ല രസമാണ്. പച്ച വിരിച്ചുള്ള പുൽമേടുകളാട്ടോ ഇവിടെ. പിന്നെ ഇവിടെ ഈ മലയ്ക്ക് മുകളിൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു എന്നാ പറഞ്ഞ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഈ ഒരു മലയ്ക്ക് മുകളിൽ വന്നാൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. ഇടുക്കി ജില്ലയെ കൂടെ നിങ്ങൾ യാത്ര ചെയ്താൽ തന്നെ എന്നാ പറയണേ, നമുക്ക് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടൊന്നും കാഴ്ചകൾ കാണാൻ പറ്റില്ല. അത്രമാത്രം ഗ്രാമങ്ങളിവിടെ ഉണ്ട്. ആ ഗ്രാമത്തിൻ്റെ എനിക്ക് ഈ മലയ്ക്ക് മുകളിലിരിക്കുന്ന അമ്പലങ്ങൾ അല്ലെങ്കിൽ പള്ളികളൊക്കെ ഭയങ്കര മനോഹരമായിട്ട് എനിക്ക് തോന്നും കേട്ടോ. കാരണം വെച്ചാൽ മലയ്ക്ക് മുകളിലിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലെ മലയ്ക്ക് മുകളിലുള്ള ദേവാലയങ്ങളോ അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്കറിയാലോ, നല്ലതാണെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അറിയാലോ, അപ്പോൾ നമുക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. നമുക്ക് നേരെ ഇനി സമയം കളയാതെ നേരെ ഇനി ചപ്പാത്ത് ഭാഗത്തേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ ഉപ്പുതറയിൽ എത്തിയിരിക്കുന്നുണ്ടോ. ഇത് മുല്ലപ്പെരിയാർ തുറന്നു വിട്ടതിന് ശേഷമുള്ള വെള്ളം കേട്ടോ. അപ്പം അധികം വെള്ളം തുറന്നു വിട്ടല്ല, എന്നെ കുറച്ച് 200 സംതിങ് എങ്ങാണ്ട് ഹനിയടി വെള്ളം എങ്ങാണ്ട് തുറന്നു വിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച അത്ര വെള്ളമൊന്നും ഇല്ലായിരുന്നു. എന്നാലും അത്യാവശ്യം പെരിയാറിൽ ഇറങ്ങിയാൽ നമുക്കിങ്ങനെ ഡ്രോൺ ഷോട്ട് കാണുമ്പോഴാണ് വെള്ളം എന്നാ പറഞ്ഞാൽ ഒരുപാട് ഇല്ലെന്ന് തോന്നുള്ളൂ കേട്ടോ. അടുത്ത് വന്ന് അത്യാവശ്യം വെള്ളമുണ്ട്. ഈ ഒരു പെരിയാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാ വെച്ചിട്ടുണ്ടല്ലോ, മേളിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് വനത്തിൻ്റെ ഏരിയയിലൂടെ തന്നെയാണ് ഈ പെരിയാർ ഒഴുകി വരുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടി പ്രദേശങ്ങൾ എന്ന് പറയുമ്പം എസ്റ്റേറ്റ് ഗ്രാമങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. നമ്മുടെ മുന്നിൽ കാണുന്ന ഉപ്പുതറയാണ്. ഉപ്പുതറ എന്ന് പറയുമ്പോൾ ഇടുക്കി ജില്ലയിലെ ഒരു ആദ്യകാലത്തുള്ള ഒരു കുടിയേറ്റ ഗ്രാമം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ ഇവിടെ കുടിയേറ്റി വന്ന് താമസിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉപ്പുതറയ്ക്ക് അടുത്തായിട്ട് ഒരുപാട് ആദിവാസി ഗ്രാമങ്ങളുണ്ട്. കണ്ണമ്പടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്നാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് ഉൾപ്രദേശങ്ങളും വനപ്രദേശങ്ങളും ഉള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഉപ്പുതറ. നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ഒക്കെ ഉപ്പുതറയ്ക്ക് അടുത്തായിട്ടാണ്. അപ്പോൾ അങ്ങനെ എന്നാ പറഞ്ഞേ, ഇടുക്കി ജില്ലയിലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഉപ്പുതറ. ഇനിയിപ്പോൾ ഉപ്പുതറ കഴിഞ്ഞാണ് നമ്മളിനി ചപ്പാത്തിന് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി തൊട്ട് മുന്നിലായിട്ട് ഒരു പോത്തുംകായ എന്ന് പറഞ്ഞൊരു വലിയൊരു കയമുണ്ട്. നമുക്ക് ആ കയത്തിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് നമുക്ക് നേരെ ചപ്പാത്തിന് പോകാം. മുല്ലപ്പെരിയാർ തുറന്നു വിട്ടാൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. വെള്ളമൊക്കെ തന്നെ നമ്മുടെ ആലടി എന്നൊരു സ്ഥലമാണ്. നമ്മുടെ ഇതിൻ്റെ തൊട്ടപ്പുറം പരപ്പ് എന്നൊരു സ്ഥലമൊക്കെ ഉണ്ട്. ഉപ്പുതറയിൽ നിന്ന് കുറച്ചേക്ക് പോന്നാൽ മതി കേട്ടോ. നമ്മുടെ ഇവിടുന്ന് ചപ്പാത്തിന് ഏകദേശം ഒരു 2.5 കിലോമീറ്ററുടെ യാത്ര ചെയ്ത് നമുക്ക് ചപ്പാത്ത് എത്തും. എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ള കാരണം ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് ഒരുപാട് ആൾക്കാർ മരിച്ചിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. പണ്ട് ഇത് ഭയങ്കര ഒരു കയമാണ് പെരിയാറിലെ. അപ്പോൾ ഞാൻ ഇത് ഇവിടെ പറയാൻ വേണ്ടി കാരണം വെച്ചാൽ നമുക്ക് പല ആൾക്കാരും അറിയത്തില്ലായിരിക്കും. പുഴയിലൊക്കെ കുളിക്കാനൊക്കെ വരുമ്പം പല ആൾക്കാർക്കും അറിയില്ല അവിടെ എത്രത്തോളം വെള്ളമുണ്ട് അല്ലെ കയമുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങൾ ഒരിക്കലും പുഴയിലോട്ടൊക്കെ കുളിക്കാനൊക്കെ ഇറങ്ങുവാണെങ്കിൽ ദൈവത്തെ ഓർത്ത് അങ്ങനെ കയങ്ങളിലൊന്നും എടുത്തിയാണല്ലേ. പെരിയാറിൽ പ്രത്യേകിച്ചും നമ്മൾ എവിടെയൊക്കെയാണ് ചുഴിയുണ്ട് നമുക്ക് അറിയത്തില്ല. ഈ ഒരു കയത്തിൻ്റെ പേര് പോത്തുംകൈ എന്നാണ്. പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു വലിയൊരു കൂപ്പിന്നൊക്കെ എന്തോ പോത്തുങ്കണ്ടൊക്കെ വന്ന ഒരു വണ്ടി മറിഞ്ഞ് ഈ ഒരു കയത്തിലോട്ട് പോയെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് ഞാനിവിടെ ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞാണ്, ചേട്ടൻ്റെ ക്യാമറയുടെ മുമ്പിൽ ഒന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മളോട് പറഞ്ഞാണ് കേട്ടോ. അപ്പോൾ എത്രത്തോളം സത്യാവസ്ഥ ഒന്നും അറിയില്ല. ഞാൻ കൂടുതലും ഇങ്ങനെ സ്ഥലങ്ങളിലോട്ട് നമ്മൾ വിക്കിപീഡിയ എന്നുള്ള ഇൻഫർമേഷൻ ശേഖരിക്കും. അതുപോലെ തന്നെ ആ നാട്ടിലുള്ള ആൾക്കാരോട് ചോദിക്കും. അങ്ങനെയാണ് നമുക്ക് ട്രാവൽ വ്ലോഗ് ചെയ്യുമ്പം മെയിനായിട്ട് അങ്ങനെയാണല്ലോ. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് ചകഞ്ഞ് പോകാൻ നമുക്ക് സമയമില്ല. ഡോക്യുമെൻ്ററി ടൈപ്പ് അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ചെല്ലുന്ന നാട്ടിലെ കാഴ്ച അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി തന്നെയാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ അതിൽ ചിലപ്പം എന്തെങ്കിലും തെറ്റുകൾ ഒക്കെ വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ തെറ്റുകൾ നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിയിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പുഴയിൽ കുളിക്കുമ്പോൾ ഉള്ള അപകടങ്ങളൊക്കെയാണ്. അപ്പം നമ്മുടെ പ്രേക്ഷകരെങ്കിലും ഇത് കാണുന്നവരെങ്കിലും നമുക്ക് പുഴയിലൊന്നും കുളിക്കല്ലേ. കാരണം നമുക്കറിയാൻ പാടില്ല, വാർത്തകളൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഒരുപാട് ആൾക്കാർ മുങ്ങി മരിച്ചു എന്നുള്ള വാർത്തകൾ സ്ഥിരമായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഞാനിത് കണ്ടപ്പം എന്നാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻഫർമേഷൻ കാണിച്ചുകൊണ്ട് ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ആവില്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കയം കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള കയങ്ങൾ പെരിയാറിൽ പല ഭാഗത്തുണ്ട്. അവിടുത്തെ പരിസരവാസികൾക്കായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ എൻ്റെയൊക്കെ വൈഫിൻ്റെ വീട് ഇവിടെ കട്ടപ്പനയൊക്കെ ആയെന്ന് തന്നെ ഞാൻ പല സമയങ്ങളിൽ ഇതിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അന്നേരം ഇവിടുത്തെ നാട്ടുകാരനായ ചേട്ടനാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ തന്നെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്ററിന് പോയാൽ നമുക്ക് ചപ്പാത്തൊക്കെ വരും. അപ്പോൾ ചപ്പാത്തിലുള്ള ആ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. മുല്ലപ്പെരിയാർ തുറന്നു വിട്ട ചപ്പാത്തിന് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കൊന്ന് കാണാം. നിങ്ങൾ കണ്ടില്ലേ, വെള്ളം ഇത്രയേ ഉള്ളൂ. ഇനിയും പാലത്തിന് ഒരുപാട് ഉയരത്തിൽ വെള്ളം വന്നാൽ മാത്രമേ ഉള്ളൂ ഈ ചപ്പാത്തിന് അങ്ങോട്ട് വെള്ളമൊക്കെ കയറുള്ളൂ കേട്ടോ. ഈ 2018 പ്രളയ സമയത്ത് മാത്രമായിരിക്കും ഒരുപക്ഷെ ചപ്പാത്ത് മൂടി കണ്ടിട്ടുള്ളൂ നമ്മൾ. അതിനുശേഷം ഒന്നും ഇവിടെ ഈ ചപ്പാത്ത് മൂടണമെങ്കിൽ തന്നെ ഒരുപാട് വെള്ളം വരേണ്ടി വരും കേട്ടോ. എന്തായാലും അത് കറക്റ്റ് സമയത്ത് തന്നെ മുല്ലപ്പെരിയാറൊക്കെ തുറന്നു വിട്ടതുകൊണ്ട്, ചെറിയ രീതിയിൽ തുറന്നു വിട്ടതുകൊണ്ട് വെള്ളം നമുക്ക് ഡാമിലെ ജലനിരപ്പൊക്കെ അവർ ക്രമീകരിച്ചു കേട്ടോ. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടം കൊണ്ട് അവസാനിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ മൂലമറ്റത്ത് നിന്ന് ഇവിടം വരെ യാത്ര ചെയ്ത് നിങ്ങളും വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇനിയും കാണുക. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ഗ്രാമക്കാഴ്ചകൾ നിങ്ങൾക്ക് ഇനിയും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ മുല്ലപ്പെരിയാർ തുറന്നു വിട്ട് ഈ എന്തോരം വെള്ളം വരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു നമ്മൾ വന്നത്. അപ്പോൾ എന്തായാലും അത് അറിയാൻ സാധിച്ചു. ഇവിടെ നിന്നുള്ള ചുറ്റുപാടുള്ള ആനപ്പളം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രാമമുണ്ട്, എസ്റ്റേറ്റ് ഗ്രാമമുണ്ട് ഉള്ളിലോട്ട് കയറിയിട്ടുള്ളത്. അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് കയറി നോക്കിയാൽ ആ ഒരു ഗ്രാമങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും സുരക്ഷിതരായിട്ട് തന്നെ ഇരിക്കുക. മഴക്കാലത്ത് അധികം വലിയ വെള്ളത്തിക്കളിയൊന്നും പോകരുത് കേട്ടോ. കാരണം വെച്ചാൽ പോയാൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പം വളരെ സുരക്ഷിതമായിട്ട് തന്നെ നിങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ഗ്രാമത്തിൻ്റെ കാഴ്ചയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ ഒരു കാര്യം കൂടി, ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അപേക്ഷിക്കുന്നു കേട്ടോ. ബൈ. ഇനിയും ഒരുപാട് ഗ്രാമക്കാഴ്ചകൾ ബാക്കിയാണ്. ഇടുക്കി ജില്ലയിലെ നമ്മളറിയാതെ കിടക്കുന്ന പല ഗ്രാമങ്ങളും ഈ ഒരു മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലുണ്ട്. അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ ഒപ്പം യാത്ര ചെയ്തതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു കാഴ്ചയിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം.